അതിനിടയിൽ കോട്ടയത്തൊരു മേള അരങ്ങേറി കേട്ടോ, പാരസെറ്റമോൾ മേള. യുവമോർച്ചക്കാരാണ് പാരസെറ്റമോൾ പ്രദർശനത്തിന് വെച്ചത്. വിതരണം ചെയ്തില്ല. വിതരണം ചെയ്താൽ കേസാവും എന്ന് അവർ ഭയപ്പെട്ടു. ആളെ തല്ലിക്കൊന്നാൽ കേസാവില്ലെങ്കിലും മരുന്ന് കൊടുത്തു കൊന്നാൽ കേസാവുമല്ലോ. പ്രിയമുള്ളവരെ, പ്രതീകാത്മകമായിട്ടുള്ള ഈ പാരസെറ്റമോൾ ഫെസ്റ്റ് ഈ സർക്കാരിനെതിരെ, ഈ ആരോഗ്യ വകുപ്പിനെതിരെ നടത്തിയിട്ടുള്ള ഒരു സമരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇത്രയും ഗതികേടിലേക്ക് വന്നിട്ടുള്ള, ഇത്രയും മോശമായ ഒരു സംവിധാനം ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിട്ടില്ല. ആരോഗ്യമന്ത്രി രാജിവെക്കണം, ആരോഗ്യ വകുപ്പ് ഒഴിയണം, ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. രാജിവെച്ചില്ലെങ്കിൽ യുവമോർച്ചക്കാർ VS-ന്റെ വഴി തേടും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു 57 മരണങ്ങൾ നടന്നു കഴിയുമ്പോ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഞങ്ങൾ കാണിക്കുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന മന്ത്രിമാരെ വളഞ്ഞിട്ട് ചൂലുകൊണ്ട് പെരുക്കണമെന്ന്. നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ VS അച്യുതാനന്ദനെ ഒരു നേതാവായിട്ടല്ല പറയുന്നത്, ഒരു പ്രതിപക്ഷത്തിന്റെ CPM-ന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്, കഴിഞ്ഞ ഭരണകാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ഈ ഒരു സമരം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചത്. ഈ VS ഒരു സംഭവം തന്നെ. ഈ രാജ്യത്ത് ഒരു യുവജന സംഘടനയ്ക്കും ആ വയോവൃദ്ധനെ മറികടക്കാനാവില്ല. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.